ഭാഗമായി വരിക എന്നുള്ളൊരു നിയോഗം കൂടിയാണ്. അപ്പൊ ആ നിയോഗം ഞാൻ പറഞ്ഞില്ല, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല. രഞ്ജിത്തായിരുന്നു എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ കണ്ടില്ല ചില കനികൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കിട്ടിയൊരു മുത്താണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ അതിന് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ. അതുകൊണ്ട് സന്തോഷമുള്ള കാര്യം. കോക്കേഡ് സിനിമയായിട്ട് 3-4 സിനിമകൾ ചെയ്തു. ഇനിയുള്ളൊരു യാത്ര ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു. ഇയാൾക്കായി കാലഘട്ടമൊക്കെ ഒരുമിച്ച് ആ വാക്ക് തന്നെയാണ് അതിന്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ. ഈ സിനിമയുടെ ഒരു കഥ പറയുന്നത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിലും വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല. ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല. വിശാൽ 2 പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്ന കേട്ടോ. അപ്പൊ അതിലേക്കൊരു അന്നും ഡയറക്ടറിൽ വലിയ അമാനുഷികമായ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക, ഇതിന്റെ ഭാഗമാവുക, ആ ചോയ്സിനെ അനുസരിച്ച് സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയവർക്ക് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ചെറുപ്പത്തിനെ പറ്റിയിട്ട് ഇൻട്രോ ഡയറക്ടർ എന്താ പറയുക? ഇല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാകുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക, ചില സിനിമകളുടെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാം. ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ ഇന്ത്യയുടെ ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാം, ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു, രണ്ടുപേരും ഒന്ന് കാണാൻ വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. അന്ന് ആ സിനിമ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാണ്. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തു നിന്നൊരു ഫലം കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷിപ്പിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഒരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പൊ ആ തോന്നിപ്പിക്കുന്നത് ആരോട് എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെന്റൻസായി മാറട്ടെ.